സങ്കീർത്തനങ്ങൾ അധ്യായം 109. ദൈവമേ, നിന്റെ വേദപ്രമാണത്തിൽ അടങ്ങിയിരിക്കുന്ന അത്ഭുത കാര്യങ്ങളെ കാണുവാൻ എൻ്റെ ഉൾക്കണ്ണുകളെ പ്രകാശിപ്പിക്കണമേ. ആമീൻ. എൻ്റെ മഹത്വത്തിൻ്റെ ദൈവമേ, നീ മൗനമായിരിക്കരുതേ. ഇതാ ദുഷ്ടൻ്റെ വായും വഞ്ചകൻ്റെ വായും എനിക്ക് വിരോധമായി തുറന്നിരിക്കുന്നു. അവർ വ്യാജനം നാവുകൊണ്ട് എന്നോട് സംസാരിച്ചു. അവർ വെറുപ്പായ വാക്കുകൊണ്ട് വൃഥാ എന്നോട് ശണ്ടയിട്ടു. എൻ്റെ സ്നേഹത്തിന് പകരം അവർ എന്നോട് വിരോധം ചെയ്തു. ഞാനോ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവർ നന്മയ്ക്ക് തിന്മയും സ്നേഹത്തിന് ദോഷവും എന്നോട് പകരം ചെയ്തു. നീ ദുഷ്ടനെ അവരുടെ മേൽ കൽപ്പിച്ചാക്കണമേ. സാത്താൻ അവരുടെ വലത്തുഭാഗത്ത് നിൽക്കട്ടെ. അവർ വിസ്തരിക്കപ്പെടുമ്പോൾ കുറ്റക്കാരെന്ന് തെളിയട്ടെ. അവരുടെ പ്രാർത്ഥന പാപമായി തീരട്ടെ. അവരുടെ ദിവസങ്ങൾ ചുരുങ്ങിപ്പോകട്ടെ. അവർക്ക് നൽകപ്പെട്ടത് മറ്റുള്ളവർ എടുക്കട്ടെ. അവരുടെ മക്കൾ അനാഥന്മാരായും അവരുടെ ഭാര്യമാർ വിധവമാരായും തീരട്ടെ. കടം കൊടുത്തവൻ അവർക്കുള്ള സകലത്തിന്മേലും അധികാരിയാകട്ടെ. അന്യന്മാർ അവരുടെ ശക്തി പരിശോധിക്കട്ടെ. അവരോട് കരുണ ചെയ്യുന്നവർ ഉണ്ടാകരുതേ. അവരുടെ അനാഥ കുഞ്ഞുങ്ങളോട് കരുണ തോന്നുന്നവൻ ഉണ്ടാകാതിരിക്കട്ടെ. അവരുടെ അവസാനം നാശമായി തീരട്ടെ. അവരുടെ നാമം അടുത്ത തലമുറയിൽ തന്നെ മാഞ്ഞു പോകട്ടെ. അവരുടെ പിതാക്കന്മാരുടെ പാപം ഓർക്കപ്പെടട്ടെ. അവരുടെ മാതാക്കളുടെ പാപങ്ങൾ മാഞ്ഞു പോകരുതേ. അവയെല്ലായ്പ്പോഴും കർത്താവിന് മുമ്പാകെ ഇരിക്കട്ടെ. ഭൂമിയിൽ നിന്ന് അവരുടെ ഓർമ്മ താൻ നശിപ്പിച്ച് കളയട്ടെ. എന്തെന്നാൽ അവർ നന്മ ചെയ്യുവാൻ ഓർത്തില്ല. അവർ ദരിദ്രനെയും എളിയവനെയും മനോവ്യതയിൽ ഇരുന്നവനെയും മരണപര്യന്തം പീഡിപ്പിച്ചു. അവർ പാപങ്ങൾ സ്നേഹിച്ചു വാഴ്വുകൾ അവർക്കിഷ്ടമില്ലായിരുന്നു. അവർ ശാപങ്ങളെ ആയുധം പോലെ ധരിച്ചു. അവ അവരിൽ വെള്ളം പോലെയും അവരുടെ അസ്ഥികൾ എണ്ണ പോലെയും പ്രവേശിച്ചു. അതവർക്ക് മൂടുന്ന വസ്ത്രം പോലെയും സദാനേരവും കെട്ടുന്ന രക്കച്ച പോലെയുമായിരിക്കും. കർത്താവിന് വിരോധം ചെയ്യുന്നവരുടെയും എൻ്റെ ആത്മാവിന് വിരോധമായി സംസാരിക്കുന്നവരുടെയും അനുഭവം ഇതാകുന്നു. കർത്താവേ, തിരുനാമം നിമിത്തം എന്നോട് കരുണ ചെയ്യണമേ. നിന്റെ കൃപ നല്ലതാകൊണ്ട് എന്നെ രക്ഷിക്കണമേ. ഞാൻ ദരിദ്രനും എളിയവനുമാകുന്നു. എൻ്റെ ഹൃദയം എൻ്റെ ഉള്ളിൽ സംഭ്രമിച്ചിരിക്കുന്നു. എൻ്റെ കാലടികൾ നിഴൽ പോലെ ചാഞ്ഞുപോയി. വെട്ടുക്കിളി പോലെ എന്നെ ആട്ടിക്കളഞ്ഞു. എൻ്റെ മുട്ടുകൾ നോമ്പുകൊണ്ട് ക്ഷീണിച്ചു. എൻ്റെ മാംസം എണ്ണയില്ലായ്കയാൽ മിരിഞ്ഞു. ഞാൻ അവർക്ക് നിന്ദ്യനായി തീർന്നു. അവർ എന്നെ നോക്കി തലകുലുക്കി. ദൈവമായ കർത്താവേ, എന്നെ സഹായിക്കണമേ. ഇത് നിന്റെ തൃക്കൈയാകുന്നുവെന്നും നീ അതിനെ ചെയ്തുവെന്നും അവർ അറിയേണ്ടതിന് നിന്റെ കൃപ പോലെ എന്നെ രക്ഷിക്കണമേ. അവർ ശപിക്കപ്പെടും, നീ വാഴ്ത്തപ്പെടും. നിന്റെ ദാസൻ സന്തോഷിക്കുകയും ചെയ്യും. എൻ്റെ വിരോധികൾ ലജ്ജാധരിക്കും. അവർ ഒരു പുതപ്പ് പോലെ അത് പുതയ്ക്കും. ഞാൻ എൻ്റെ വായ്കൊണ്ട് കർത്താവിനെ സ്തോത്രം ചെയ്യും. ഞാൻ പലരുടെയും ഇടയിൽ തന്നെ സ്തുതിക്കും. എന്തെന്നാൽ താൻ എളിയവൻ്റെ ആത്മാവിനെ ശിക്ഷാവിധിയിൽ നിന്നും രക്ഷിപ്പാനായി അവൻ്റെ വലത്തുഭാഗത്ത് നിന്നു. ദൈവമേ, സ്തുതി നിനക്ക് യോഗ്യമാകുന്നു. പാറകുമോ.